സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിരമിച്ച ജില്ലാ ജഡ്ജി ശേഷാദ്രിനാഥനെ നിയമിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്കുള്ള LDFന്റെ നിയമനം ഗവർണർ തള്ളിയിരുന്നു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വിവരങ്ങൾ. അനുജ, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള തീരുമാനം എടുത്തത്. നേരത്തെ LDFന്റെ കാലത്ത് LDF സർക്കാർ അധികാരം ഒഴിയുന്ന ഘട്ടത്തിൽ KG സനൽകുമാറിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചെങ്കിലും ആ നിയമന ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചില്ല. പരാതിയെ തുടർന്നാണ് ആ നിയമനം അംഗീകരിക്കാതെ പോയത്. എന്നാൽ ഇപ്പോൾ അതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ പുതിയ സർക്കാരിന് മേൽ ഈ നിയമന അധികാരം വന്നു ചേർന്നത്. എന്തായാലും നിയമനത്തിനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറുടെ ശുപാർശയാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എറണാകുളം സ്വദേശിയായ N ശേഷാദ്രിനാഥൻ വിരമിച്ച ജില്ലാ ജഡ്ജിയാണ്. ഗവർണർ അംഗീകരിക്കുന്നതോടുകൂടി മാത്രമേ നിയമനം പ്രാബല്യത്തിൽ വരികയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും മറ്റും മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതുമൂലം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്ത് N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനായി ശുപാർശ ചെയ്തിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം നടന്ന ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിരമിച്ച ജില്ലാ ജഡ്ജി ശേഷാദ്രിനാഥനെ നിയമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമായി ഇനി ഗവർണറുടെ അംഗീകാരം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. LDFന്റെ നിയമനം നേരത്തെ ഗവർണർ തള്ളിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.